നമസ്കാരം, ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് അഞ്ച് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഒരു മന്ത്ലി ഇൻഫ്ലേഷൻ ഡേറ്റ നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട്, റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇൻഫ്ലേഷൻ ചാപ്റ്റർ നമുക്ക് വിശദമായിട്ട് നന്നായിട്ട് ഡീപ്പായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ രണ്ടാമത്തെ ടോപ്പിക്ക് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്, അഡാപ്റ്റീവ് ഡിഫൻസ്. ഇവിടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു വേർഡാണത്. ആ ഒരു വേർഡിന്റെ മീനിങ് ആണ് മെയിൻലി നമ്മളോട് മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞ ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പ്രിലിംസിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് അഡാപ്റ്റീവ് ഡിഫൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു സെൻസ്, ആ ഒരു മീനിങ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. കഴിഞ്ഞ ദിവസം ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞൊരു വാക്കായിരുന്നു, ഈ അഡാപ്റ്റീവ് ഡിഫൻസ് ആണ് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് വേണ്ടത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്ത. സോ അവിടെ നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്കും ഒരു പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഇതും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എന്താ പറയുക, ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ഓഫ് അവർ ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ നിർഭയ് എന്നുള്ള നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലാണ്. അതിന്റെ എക്സ്റ്റൻഡഡ് വേർഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ആൻഡ് ഫയർ പ്രൂവൺ ചെയ്തു, സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്തു. അപ്പോൾ അതിന്റെ വാർത്ത ഇന്ന് പദ്ധതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ടോപ്പിക്ക് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. ദെൻ ഫോർത്ത് ടോപ്പിക് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം, ഈ ഒരു ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ COP നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഫറൻസ് ഓഫ് പാർട്ടി മീറ്റിംഗ്സ് 21 നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കുവിൽ വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അസർബൈജാനിൽ വെച്ചിട്ട്. സോ ആ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നിലവിൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ലോകത്തെമ്പാടും ഈ പറഞ്ഞ രാജ്യങ്ങൾ കൂടുതലും എമിറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആവറേജ് ലെവലിൽ ഒരു വർധനവ് കാണാൻ ചാൻസ് ഉണ്ട്. അത് തന്നെ ഇന്ത്യയുടെ ഒക്കെ തന്നെ പോയിന്റ് ആണെങ്കിലും എടുത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് അതൊരു ചെറിയൊരു ആർട്ടിക്കിളാണ്, പ്രിലിംസ് ബേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. എന്നാലും ആ ടോപ്പിക്ക് നമുക്ക് വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ ഫിഫ്ത്ത് ടോപ്പിക്ക് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. IMEC എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആണ്. ഇത് ഏകദേശം കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ വാർത്തയിൽ വന്നൊരു ടോപ്പിക്കാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യ G20 മീറ്റിംഗ് ചെയർ ചെയ്തപ്പോഴേക്കും നമ്മുടെ ഒരു ആശയമായിരുന്നു ഈ ഒരു IMEC അഥവാ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നുള്ളത്. അത് ഇപ്പോഴും ശരിക്കും പറയുവാണെങ്കിൽ അത് ഇതായിട്ടില്ല, എന്താ പറയുക, ഓൺ ഓപ്പറേഷൻ ആയിട്ടില്ല. ബട്ട് അതിന്റെ വർക്കുകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിന് സർട്ടൺ സെറ്റ് ബാക്കുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. ലൈക്ക് മിഡിൽ ഈസ്റ്റ് ഉണ്ടാകുന്ന ഒരു യുദ്ധത്തിന്, ഇസ്രായേൽ പലസ്തീൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേലും അതേപോലെ തന്നെ ഇറാഖും തമ്മിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇസ്രായേലും ഇറാനും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സെറ്റ് ബാക്സുകൾ ഇപ്പോൾ ഈ IMEC നേരിടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് എഡിറ്റോറിയൽ പേജിൽ ഈ ഒരു ടോപ്പിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാരണം ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങൾ, എസ്പെഷ്യലി ഇന്ത്യയുടെയും യൂറോപ്പിന്റെ ഇടയിലുള്ള കണക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പെർസ്പെക്റ്റിലും ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഒരു പ്രിലിംസിന്റെ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫുഡ് പ്രൈസസ് സ്പെർ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ടു 6.2% ഇൻ ഒക്ടോബർ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ പല ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇൻഫ്ലേഷന്റെ ഒരു അലോബിൾ ലിമിറ്റ് ഇന്ത്യയിൽ പറയുവാണെങ്കിൽ 4% +or-2 ആണ്, അല്ലേ? 4% അങ്ങോട്ടും ഇങ്ങോട്ടും 2% കൂടാം അല്ലെങ്കിൽ കുറയാം. അതാണ് +or-2 എന്ന് പറയുന്നത്. 4 +or-2%. അപ്പോൾ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ലിമിറ്റ് ഓഫ് 2%, മുകളിലേക്ക് അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോഴേക്കും 6%. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷൻ ലെവൽ എന്ന് പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ലെവൽ 6.2 എന്നുള്ളത് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഒക്കെ ആണെങ്കിലും കൂടി കഴിഞ്ഞപ്പോഴേക്കും അവർ റേറ്റുകളൊന്നും ചേഞ്ച് ചെയ്തില്ല. പോളിസി റേറ്റുകളൊന്നും, റിപ്പോ റേറ്റുകളൊന്നും തന്നെ ചേഞ്ച് ചെയ്തില്ല. ബിക്കോസ് ആ ടൈമുകളിലൊക്കെ തന്നെ ഈ 2-നും 6-നും ഇടയിലായിരുന്നു നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷൻ റേറ്റ് നിലവിൽ നിന്നുകൊണ്ടിരുന്നത്. ഇപ്പം നിലവിൽ അത് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിരിക്കും എന്നുള്ളത് വാർത്ത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെവൽ അടുത്ത മാസങ്ങളിലൊക്കെ തന്നെ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇനി അടുത്ത മാസങ്ങളിലൊക്കെ തന്നെ 6-ന് മുകളിലായിട്ട് അത് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഡിസംബറിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കൂടുന്ന മോണിറ്ററി പോളിസി മീറ്റിംഗിനകത്ത് ഒരുപക്ഷെ റേറ്റുകളുടെ റിവിഷൻ ഒരുപക്ഷെ നടന്നേക്കും എന്നുള്ള രീതിയിലും വാർത്ത വരുന്നുണ്ട്. എനിവേ നമുക്ക് മെയിൻ ആയിട്ട് ആ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ഇതിപ്പോൾ ഒരു മന്ത്ലി ഡേറ്റയാണ്. അപ്പോൾ ഈ മാസം കൂടി എന്നുള്ള അങ്ങനെ ഒരു ട്രെൻഡിന് ഉപരിയായിട്ട് ഇവിടുന്ന് ഇൻഫ്ലേഷനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴേക്കും ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ നാട്ടിലേക്കാണ് വിലക്കയറ്റം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ഇൻഫ്ലേഷൻ. അഥവാ the persistent rise in the price of most goods and services of daily or common use items എന്ന് പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ. ഈ കോമൺ യൂസ് ഐറ്റംസ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് നമ്മുടെ ഫുഡ് ഉൾപ്പെടും. അതുപോലെ ക്ലോത്തിങ്, ഹൗസിംഗ്, റിക്രിയേഷൻ ആക്ടിവിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ, കൺസ്യൂമർ ഗുഡ്സ്, ഇതെല്ലാത്തിൻ്റെയും വില അതിനകത്ത് ബേസിക്കലി കണക്കാക്കും എന്നുള്ള കാര്യം ഓർക്കാം. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ മെഷേഴ്സ് ദ ആവറേജ് പ്രൈസ് ചേഞ്ച് ഇൻ എ ബാസ്ക്കറ്റ് ഓഫ് കമോഡിറ്റീസ് ആൻഡ് സർവീസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ്. ആവറേജ് പ്രൈസ് ചേഞ്ച് ആണ് ഇൻ എ ബാസ്ക്കറ്റ് ഓഫ് കമോഡിറ്റീസ്. ഈ ബാസ്ക്കറ്റിനകത്ത് ഫുഡ്, ക്ലോത്തിങ്, ഹൗസിംഗ്, റിക്രിയേഷൻ, ട്രാൻസ്പോർട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കയറി വരുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കാം. ദെൻ ദസ് ഇൻഫ്ലേഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസ് ചെയ്യാൻ സാധിക്കും. ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് രണ്ട് രീതിയിലായിരിക്കാം. ഒന്നെങ്കിൽ അത്
ഡിമാൻഡ് സൈഡിൽ മൂലം ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തത് കോസ്റ്റ് പുഷ് ആയിട്ട് ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ആയിരിക്കും. ഡിമാൻഡ് സൈഡിൽ വരുന്ന ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിൽ കൂടുതൽ പൈസ എത്തിക്കഴിഞ്ഞാൽ, ആവശ്യത്തിൽ കൂടുതൽ പൈസ നമ്മുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് സാധനം സപ്ലൈ ഇല്ലാതെ വന്നാലും ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഹൈ ഡിമാൻഡ് ആൻഡ് ലോ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഡിമാൻഡ് അനുസരിച്ച് ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടാകാതെ വരുമ്പോഴൊക്കെ തന്നെ ആ ഒരു ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പാണ് പലപ്പോഴും എന്ത് സംഭവിക്കും, സാധനങ്ങളുടെ വില ഉയർത്തും. അപ്പോൾ അത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. ആ ഇൻഫ്ലേഷൻ പറയുന്നവരാണ് ഡിമാൻഡ് സൈഡ് ഇൻഫ്ലേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഡിമാൻഡ് പുഷ് ഇൻഫ്ലേഷൻ എന്നും ഈ പറഞ്ഞ പോലെ പലപ്പോഴും പറയാറുണ്ട്. രണ്ടാമതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ പറയുവാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഷോർട്ടേജസ് മൂലം, ലാൻഡ് കിട്ടാനില്ല, ലേബർ കിട്ടാനില്ല, ക്യാപിറ്റൽ ഇല്ല, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് സാധനങ്ങൾ അധികം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ സാധനങ്ങൾ നോർമൽ ഡിമാൻഡിൽ പക്ഷേ വേരിയേഷൻ ഇല്ല, നോർമൽ എല്ലാ ഉള്ള പോലെ തന്നെ ഡിമാൻഡ് നിൽക്കുന്നു, പക്ഷേ പ്രൊഡക്ഷൻ താരതമ്യേന കുറഞ്ഞു പോയി. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അത് ഈ പറഞ്ഞ പോലെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനിലേക്ക് നയിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാധനങ്ങളുടെ റോ മെറ്റീരിയൽസിൽ വില വർധന വരിക, അങ്ങനെയൊക്കെ വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാലറിയിൽ വർക്കേഴ്സിന്റെ ഒക്കെ സാലറി വേജസ് ഒക്കെ തന്നെ ഇൻക്രിമെന്റ് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി വസ്തുക്കളുടെ വില വർദ്ധിക്കപ്പെടും. ഈ വില വർധനയെ നമ്മൾ വിളിക്കുന്ന കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇൻഫ്ലേഷൻ ക്ലാസിഫൈ ചെയ്യാം. ഡിമാൻഡ് സൈഡിലും അതുപോലെ കോസ്റ്റ് പുൾ ഇൻഫ്ലേഷനുമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇൻഫ്ലേഷൻ ഒക്കെ തന്നെ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് രണ്ട് രീതിയിൽ മെഷർ ചെയ്തെടുക്കാറുണ്ട്. ഒന്ന് കൺസ്യൂമർ പ്രൈസ്, കൺസ്യൂമറിന്റെ സൈഡിൽ നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാറുണ്ട്. രണ്ടാമത് ഈ പറഞ്ഞ ഹോൾസെയിലറിനാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. ഇതിൽ ഇന്നിപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് കൺസ്യൂമർ സൈഡിലാണ്, ബിക്കോസ് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. RBI ആണെങ്കിലും മോണിറ്ററി പോളിസിയിൽ അവർ മീറ്റിംഗിനകത്തൊക്കെ തന്നെ കൺസിഡർ ചെയ്യുന്ന ഇൻഫ്ലേഷൻ ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റയാണ് മെയിൻലി കൺസിഡർ ചെയ്യുന്നത്. ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുമ്പോഴേക്കും ഒരുപക്ഷെ നമുക്ക് കൺസ്യൂമറിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഹോൾസെയിലർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലാണ് കൺസ്യൂമർ കൃത്യമായിട്ട് വരുന്നത്. സോ ഒരു ഹോൾസെയിൽ ഡീലറിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാനുഫാക്ചർ ഗുഡ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പ്രൈമറി ആർട്ടിക്കിൾസ്, പിന്നെ ഫ്യൂൽ ആൻഡ് പവർ. ഇങ്ങനെയാണ് ആ ഒരു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ വസ്തുക്കളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് പോകുന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി അടുത്തായിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ ഗുഡ്സും സർവീസും ഉപയോഗിക്കുന്നുണ്ട്. കാരണം കൺസ്യൂമേഴ്സ് ഗുഡ്സ് മാത്രമല്ല സർവീസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഹോൾസെയിൽ പ്രൈസിൽ ഏതിൽ മാത്രമേ എടുക്കാറുള്ളൂ, ഗുഡ്സിന്റെ കാര്യത്തിൽ മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ എന്ന കാര്യം ഓർക്കണം. ഇനി ഇവിടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഫുഡ്സ് ആൻഡ് ബിവറേജസ് ആണ്. ബിക്കോസ് നമുക്ക് പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ ആഹാര സാധനങ്ങൾക്കൊക്കെ തന്നെ വില വർദ്ധിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് CPI ഡേറ്റയ്ക്കകത്ത് ഫുഡ് ആൻഡ് ബിവറേജസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹൗസിംഗ്, പിന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഫ്യൂൽ ആൻഡ് ലൈറ്റ്, ഇങ്ങനെ പോകും ആ ഒരു ഇമ്പോർട്ടൻസിന്റെ കാര്യം. ഇവിടെ ഈ പറഞ്ഞ RBI ആണെങ്കിൽ അവർ ഇൻഫ്ലേഷൻ ടാർഗറ്റിനകത്ത് ഉപയോഗിക്കുന്ന ഏതാ നമ്മൾ പറഞ്ഞ CPI ഡേറ്റയാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. ഇപ്പം നിലവിൽ ആ CPI ഡേറ്റയാണ് ഈ മാസത്തെ പുറത്ത് വന്നിരിക്കുന്നത് 6.2% ആയിട്ട് പുറത്ത് വന്നിരിക്കുന്നത്. അതേപോലെ ഗവൺമെന്റ് ആണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് DA കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊക്കെ തന്നെ ഏത് ഉപയോഗിക്കാറുണ്ട്, കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ ഒക്കെ ഉപയോഗിക്കാറുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ കൂടി ഉണ്ട്, ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, നോൺ ആസ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആൻഡ് കോർ ഇൻഫ്ലേഷൻ. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോൾ വാർത്ത കേട്ടില്ല, വാർത്തയിൽ കണ്ട ആ ടോപ്പിക്കാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. അതായത് പൊതുവായിട്ട് ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ തന്നെ പൊതുവായിട്ട് ഇപ്പം കൺസ്യൂമേഴ്സ് അനുഭവിച്ച ഇൻഫ്ലേഷൻ ആണ് 6.2% എന്നുള്ള പറഞ്ഞിരിക്കുക. അങ്ങനെ പൊതുവായിട്ടുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. മെഷർ ഓഫ് ടോട്ടൽ ഇൻഫ്ലേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതിനകത്ത് ഫുഡും എനർജി പ്രൈസസും ഒക്കെ തന്നെ അതിനകത്ത് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലൂടെ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം ഓർക്കണം. നേരെ തിരിച്ച് കോർ ഇൻഫ്ലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനകത്ത് എല്ലായ്പ്പോഴും ഇങ്ങനെ വില മാറിക്കൊണ്ടിരിക്കുക, ഇന്നൊരു വില നാളെ വേറൊരു വില, അങ്ങനെ വില മാറിക്കൊണ്ടിരിക്കുന്ന വോളറ്റൈൽ ആയിട്ടുള്ള കുറെ കമ്പോണൻസ് ഉണ്ട്. ലൈക്ക് പറയുവാണെങ്കിൽ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിലൊക്കെ തന്നെ വില, അല്ലെങ്കിൽ ഫ്യൂൽ പ്രൈസസ് എന്നൊക്കെ പറയുന്നത്, ആ വോളറ്റൈൽ ആയിട്ടുള്ള ഫ്യൂൽ ഐറ്റംസ് അല്ലെങ്കിൽ ഫ്യൂൽ പോലുള്ള വോളറ്റൈൽ ആയിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ നോർമൽ ആ ഒരു ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ നിന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് കോർ ഇൻഫ്ലേഷൻ. സോ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വോളറ്റൈൽ കമ്പോണൻസും നോൺ വോളറ്റൈൽ കമ്പോണൻസും ആഡ് ചെയ്തിട്ടുണ്ടാവും. കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും നമ്മൾ ആ ഒരു വോളറ്റൈൽ കമ്പോണൻസിനെ മാറ്റി നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഐറ്റംസിന്റെ വില വർധനയെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ് കോർ ഇൻഫ്ലേഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ വിലക്കയറ്റം ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഏത് രീതിയിലൂടെയാണ്, കോർ ഇൻഫ്ലേഷൻ മനസ്സിലാക്കിയ. മറ്റല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വോളറ്റൈൽ കമ്പോണൻസ് എല്ലാ ദിവസവും വിലകൾ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവിടെ നോർമലി കുറച്ച് വസ്തുക്കൾക്കായിരിക്കും ചിലപ്പോൾ വില കൂടിയിട്ടുണ്ടാവുക, എല്ലാത്തരം വസ്തുക്കൾക്കൊന്നും അറിയാനായിട്ട് സാധിക്കത്തില്ല. അപ്പം കോർ ഇൻഫ്ലേഷൻ ആണ് മെയിൻലി നമ്മൾ നോക്കേണ്ടതെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ദെൻ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. RBIയുടെ നിലവിലെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 4% ആണ്. അവിടുന്ന് അലൗബിൾ ലിമിറ്റ് ആയിട്ട് നമ്മൾ +or -2% കൊടുത്തിട്ടുണ്ട്. ഈ 4% +or-2 എന്നുള്ളത് മാർച്ച് 2026 വരെ നമ്മൾ അതായിരിക്കും പിന്തുടരുന്നത്. കാരണം 5 വർഷത്തേക്കാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. സോ നിലവിൽ 2021 ഇത് ഓൾറെഡി 2021 ഈ പറഞ്ഞ ഇത് ആദ്യമായിട്ട് 2016 ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അന്ന് 5 വർഷത്തേക്ക് നമ്മൾ ഇത് തന്നെയാണ് 4% +or-2 ആണ് 2021 വരെ. 2021 വീണ്ടും തീരുമാനിച്ചു 2026 വരെ 5 വർഷത്തേക്കും കൂടെ ഇത് തന്നെ ഈ ലെവൽ തന്നെ കൊണ്ടുപോയാൽ മതി എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്ന ആരാന്ന് പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതൊക്കെയാണ്. ഇങ്ങനെയുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആ ഫിക്സ് ചെയ്ത കാര്യം RBI അറിയിക്കുകയാണ് ചെയ്യുന്നത്. RBI അതിനനുസരിച്ച് അവരുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ യോഗം കൂടി
എന്താ പറയുക കറക്റ്റ് ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ 4% ±2 എന്നുള്ള ഗവൺമെന്റ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ 6-ന് മുകളിലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ 6-ന് മുകളിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം കൂടിയിട്ട് അതിനെങ്ങനെ 4 ± 2 ലെവലിലേക്ക് ഉൾക്കൊള്ളിക്കാം എന്നുള്ളത് നോക്കിയാണ് അവർ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഫിക്സ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ സെൻട്രൽ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം മറക്കാതെ ഓർത്തിരിക്കണം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളാണ് അവർ അഡാപ്റ്റീവ് ഡിഫൻസ്, ഇന്ത്യ ഗോയിങ് ഫോർ അഡാപ്റ്റീവ് ഡിഫൻസ് സെയ്സ് രാജ്നാഥ് സിംഗ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ് അഡാപ്റ്റീവ് ഡിഫൻസ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, സോ അഡാപ്റ്റീവ് ഡിഫൻസ് ആ പേര് പോലെ തന്നെയുണ്ട്. ഐ മീൻ ആ പേര് വെച്ച് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. അഡാപ്റ്റീവ് ഡിഫൻസ് എന്ന് പറയുമ്പോഴേക്കും ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിനെ ഈ പറഞ്ഞ പോലെ പരിഹരിച്ച് മുന്നോട്ട് പോവുക, അങ്ങനെയല്ല. ആക്ച്വലി അഡാപ്റ്റീവ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് ആണ്, വേർ എ നേഷൻസ് മിലിറ്ററി ആൻഡ് ഡിഫൻസ് മെക്കാനിസംസ് കണ്ടിന്യൂസ്ലി ഇവോൾവ് ടു കൗണ്ടർ എമർജിംഗ് ത്രെഡ്സ് എഫക്റ്റീവ്ലി. എമർജിംഗ് ത്രെഡ്സ് എഫക്റ്റീവ്ലി നമ്മൾ കൗണ്ടർ ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മിലിറ്ററിയും ഡിഫൻസും എല്ലാം തന്നെ വളർന്നു വരുമ്പോഴേക്കാണ് നമ്മൾ സ്ട്രാറ്റജിക്കലി അഡാപ്റ്റീവ് ഡിഫൻസ് ആണ് ഉപയോഗിക്കുന്നത് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡാപ്റ്റീവ് ഡിഫൻസ് ഇസ് നോട്ട് മിയർലി റെസ്പോൺസിബിൾ ടു വാട്ട് ഹാസ് ഹാപ്പൺ. അതായത് ഒന്ന് സംഭവിച്ചിട്ട് അതിനെ നേരിടാനായിട്ട് ചെയ്യുന്നതല്ല അഡാപ്റ്റീവ് ഡിഫൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി അങ്ങനെ സിറ്റുവേഷൻ വന്നേക്കാം എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി അതിനുള്ള കരുതലുകളൊക്കെ നേരത്തെ തന്നെ സ്വീകരിക്കുന്ന ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന് പറയുന്ന പേരാണ് അഡാപ്റ്റീവ് ഡിഫൻസ്. അതാണ് മെയിൻലി ഓർക്കേണ്ടത്. അതാണ് ഈ പാരഗ്രാഫ്. ഇത് ശരിക്കും ആ ഒരു ന്യൂസ് ആർട്ടിക്കിളിനകത്ത് തന്നെ ഉണ്ടാകുന്നതാണ്. എന്നോട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. സോ അഡാപ്റ്റീവ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് മിയർലി റെസ്പോണ്ടിങ് ടു വാട്ട് ഹാസ് ഹാപ്പൻ ബട്ട് ആന്റിസിപ്പേറ്റിംഗ് വാട്ട് കുഡ് ഹാപ്പൻ ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ഇറ്റ് പ്രോ ആക്റ്റീവ്ലി. അതായത് എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഡിഫൻസ് മെക്കാനിസത്തിന് പറയുന്ന പേരാണ് ആ ഒരു അഡാപ്റ്റീവ് ഡിഫൻസ് എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നതല്ല, അതിനെ മറികടക്കാൻ ആക്ട് ചെയ്യുന്നതല്ല. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ തടയാനായിട്ടുള്ള രീതിയിലുള്ള ആക്ടിംഗ് ആണ് അഡാപ്റ്റീവ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുവാണെങ്കിൽ. ഓക്കെ, ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ. ചെറിയൊരു ആർട്ടിക്കിളാണ്. എന്താണ് അഡാപ്റ്റീവ് ഡിഫൻസ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാനുള്ള ആർട്ടിക്കിൾ എന്നുള്ളൂ. ദെൻ മൂന്നാമത്തെ ആർട്ടിക്കിളാണ് DRDO ക്യാരീസ് ഔട്ട് ടെസ്റ്റ് ഓഫ് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം ഈ മിസൈൽ എന്നൊക്കെ പറയുമ്പോൾ അഗ്നി, അതേപോലെ ഒരുപാട് മിസൈൽസ് നമ്മൾ വാർത്ത കേൾക്കാറുണ്ട്. ഈ മിസൈലുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വാർഹെഡ് മീൻസ് ഈ പറഞ്ഞ പോലെ അവയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു വാർഹെഡ് വഹിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള മിസൈൽസ് പോവുക. അപ്പം വാർഹെഡിന്റെ പ്രസൻസ് ഉള്ളവയാണ് പൊതുവിൽ ഈ പറഞ്ഞ പോലെ മിസൈൽസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. അതാണ് മെയിൻലി മിസൈലും റോക്കറ്റും തമ്മിലുള്ള വ്യത്യാസമായിട്ടും ആക്ട് ചെയ്യുന്നത്. ഇവർക്ക് മെയിൻലി ഒരു വാർഹെഡ് ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആ വാർഹെഡിന്റെ സഹായത്താലാണ് ഒരു എനിമി ചെന്ന് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള മിസൈൽസ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് സ്ഥിരം ഈ പറഞ്ഞ പോലെ എക്സാംസിന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് മിസൈലുകളെ കുറിച്ചിട്ട്. അതുകൊണ്ട് നിങ്ങൾ മിസൈൽസിനെ കുറിച്ചിട്ട് ഈ പറയുന്നതല്ലാതെ തന്നെ എക്സ്ട്രാ ഈ പറഞ്ഞ പോലെ റെഫർ ചെയ്ത് കുറച്ച് ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് മിസൈൽസും ഒക്കെ തന്നെ ഒന്ന് റെഫർ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് പ്രിലിംസിന് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന ഒരു ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലിന്റെ ടെസ്റ്റ് കഴിഞ്ഞ ദിവസം DRDO സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യുന്നുള്ളതാണ്. ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ മിസൈലിനകത്ത് ഇവിടെ പറയുന്നത് നിർഭയ എന്നുള്ള ഒരു ക്രൂയിസ് മിസൈലിനെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ ക്രൂയിസ് മിസൈൽ നമുക്ക് മിസൈലുകൾ രണ്ട് രീതിയിലാകാം, ഒന്നെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ ക്രൂയിസ് മിസൈൽ. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെയാണ്. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇവിടെ ഫയർ ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഒരു മിസൈലാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു അപ്വേർഡ് ട്രജക്ടറി ഉണ്ടാവും. അതിന്റെ മാക്സിമം പോയിന്റ്, ആ മാക്സിമം പോയിന്റ് വരെ അതിന്റെ എഞ്ചിൻ ഫയർ ചെയ്യും. അതിനുശേഷം അതിന്റെ എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്യും. ആ എഞ്ചിന്റെ തീയും ആ ഫ്യൂലും കാര്യങ്ങളും കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പിന്നെ ഇത് ഡൗൺവേർഡ് ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഗ്രാവിറ്റി അണ്ടർ ഗ്രാവിറ്റിയിലാണ് താഴത്തേക്ക് പോരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഫ്ലോ ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രൊജക്ടൈൽ മോഷനാണ് മെയിൻലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ അപ്വേർഡ് മോഷനിൽ കൃത്യമായിട്ട് എഞ്ചിന്റെ ഒരു സഹായം ഉണ്ടാവും. അത് കഴിയുമ്പോൾ എഞ്ചിൻ ക്ലോസ് ചെയ്തിട്ട് പിന്നെ അണ്ടർ ഗ്രാവിറ്റിയിലായിരിക്കും ആ ഒരു മിസൈൽ ഗ്രൗണ്ടിലേക്ക് വീഴുന്നത്. ഇങ്ങനെയുള്ള മിസൈലുകളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഫയർ ചെയ്യുമ്പോൾ ഓൾറെഡി തന്നെ ഇത്ര ദൂരത്തിൽ അകലെയുള്ള ഒരു എനിമിയെ നമ്മൾ കണ്ടു. അതിനനുസരിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ഫയർ ചെയ്യുന്നത്. പക്ഷേ ഓൺ ദ വേയിൽ നമ്മൾ ഇവിടുന്ന് മിസൈൽ ഫയർ ചെയ്തതിന് ശേഷം ഈ എനിമി ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മിസൈലിന് ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി തോന്നേക്കത്തില്ല. അതിനൊക്കെ പരിഹാരം എന്നുള്ള നിലയിലാണ് ക്രൂയിസ് മിസൈൽസ്. ക്രൂയിസ് മിസൈലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഗ്രൗണ്ട് ബേസിൽ നമ്മൾ ക്രൂയിസ് മിസൈൽ ഫയർ ചെയ്യുന്ന വിചാരിച്ചു. ക്രൂയിസ് മിസൈലുകൾ നമുക്ക് വെർട്ടിക്കലിയോ ഹൊറിസോണിലോ ഒക്കെ തന്നെ പോസിബിൾ ആണ്. ഐ മീൻസ് വെർട്ടിക്കലി ഫയർ ചെയ്താൽ തന്നെ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് മുകളിലേക്ക് പോയതിന് ശേഷം ഇവർ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഉടനെ തന്നെ ഇവർ പ്രൊജക്ടൈൽ ഈ പറഞ്ഞ പോലെ പാരലൽ ടു ഗ്രൗണ്ട് ആവും. ഐ മീൻ മറ്റേതുപോലെ ഒരുപാട് മുകളിലേക്ക് പോകേണ്ട കാര്യമില്ല, പാരലൽ ടു ഗ്രൗണ്ട് ആയിട്ട് മാറും. കാരണം എൻറ്റയർ ഈ മോഷനിൽ എവിടെയാണോ കൊണ്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു എനിമിയെ തകർക്കേണ്ടത്, ആ എനിമി ഇപ്പോൾ ഇതാണെന്ന് വെച്ചു എനിമിയെ തകർക്കുന്ന ആ പോയിന്റ് വരെ ആ ഒരു മിസൈലിന്റെ എഞ്ചിൻ പ്രവർത്തനത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ത്രൂ ഔട്ട് ദ മോഷനിൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നതാണ് ക്രൂയിസ് മിസൈൽ. അതുകൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിമി ഓടുന്ന എനിമിയുടെ ഈ പറഞ്ഞ പോലെ പോയിന്റ് മാറി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ പോയിന്റ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ, ആ ഒരു ജേർണി ട്രാവൽ ഈ പറഞ്ഞ പോലെ ട്രാവൽ റൂട്ട് കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അതാണ് ക്രൂയിസ് മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുവാണെങ്കിൽ. സോ ഇവിടെയാണെങ്കിൽ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് ക്രൂയിസ് മിസൈലാണ്.
മിസൈലാണ്, ഒരു ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലാണ്. അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറയേണ്ടി വരും. ഇപ്പൊ നിലവിൽ ഈ നിർഭയ് ക്രൂയിസ് മിസൈലിന് 1000 കിലോമീറ്റർ പോകാനായിട്ടുള്ള ഈ പറഞ്ഞ പോലെ കേപ്പബിലിറ്റി ആയിട്ടുണ്ട്. സോ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലാണ്. റേഞ്ച് ഇപ്പൊ 1000 കിലോമീറ്റർ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഇത് നിലവിൽ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇറ്റ് ക്യാൻ ബി ലോഞ്ച് ഫ്രം ഗ്രൗണ്ട് ബേസ്ഡ് മൊബൈൽ പ്ലാറ്റ്ഫോംസ് എന്നൊക്കെ തന്നെ ലോഞ്ച് ചെയ്യാം. മൾട്ടിപ്പിൾ ലോഞ്ച് കോൺഫിഗറേഷൻ അതിന് പോസിബിൾ ആണ്. ലാൻഡിൽ നിന്നും സീയിൽ നിന്നും അല്ലെങ്കിൽ പറഞ്ഞ എയർ നിക്കത്തിന് അതിന് വേണമെങ്കിൽ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള കഴിവുകളുണ്ട്. മൾട്ടിപ്പിൾ ലോഞ്ച് കോൺഫിഗറേഷൻ മെയിൻലി ഉള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി ഡിപ്ലോയ്ഡ് ഫ്രം ഫ്രണ്ട് ലൈൻ ഷിപ്സ് എന്നൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഇതിനെ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി അതിനുണ്ട്. അങ്ങനെ ഒരു ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ക്രൂയിസ് മിസൈൽ കൂടിയാണ് ഈ ഒരു നിർഭയ് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുവാണെങ്കിൽ. സോ ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇൻഡിജിനസ് ആയിട്ട് ഇതിന്റെ പറഞ്ഞ പോലെ കേപ്പബിലിറ്റീസ് ഒക്കെ തന്നെ കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മിസൈലും കൊണ്ട് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ക്രൂയിസ് മിസൈൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈലാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്തമായിട്ടുള്ള ഒരു സംരംഭമാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ആ ഒരു ബ്രഹ്മോസ് മിസൈൽ ഒരു ക്രൂയിസ് മിസൈൽ ആണെന്നുള്ള കാര്യം ഓർക്കാം. അതിൽ നിന്നൊക്കെ കിട്ടിയ നമ്മുടെ ടെക്നോളജിയുടെ അതിൽ നിന്ന് കിട്ടിയ നമുക്ക് ഇൻഫർമേഷൻസും അല്ലെങ്കിൽ കിട്ടിയ ആ ഒരു അറിവൊക്കെയാണ് ഇങ്ങനെയുള്ള ഇൻഡിജിനസ് ആയിട്ട് ഇത്തരത്തിലുള്ള ക്രൂയിസ് മിസൈൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യയെ സഹായിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തതോടുകൂടി ഇതിന് സമാനമായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള യുഎസിന്റെ ഒരു ക്രൂയിസ് മിസൈൽ ഉണ്ട്, നോൺ ആസ് ടോമഹോക്ക്. ഓക്കെ, അപ്പൊ ടോമഹോക്ക് അത് ഓർത്തിരിക്കുക. യുഎസിന്റെ ഇതേ സിമിലർ ആയിട്ടുള്ള നമ്മളിപ്പം ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സിമിലർ ആയിട്ടുള്ള ഒരു മിസൈലാണ് യുഎസിന്റെ ടൊമഹോക്ക് ക്രൂയിസ് മിസൈൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളാണ് carbon dioxide emissions set to rise 0.8% this year. India's contribution to go up by 4.6% ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പം നിലവിൽ ഈ പറഞ്ഞ COP മീറ്റിംഗ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്ത നിലവിൽ പുറത്തു വരുന്നത്. നമ്മൾ COP മീറ്റിംഗ് ഒക്കെ തന്നെ കണ്ടക്ട് ചെയ്യുന്നത് വേറൊന്നുമല്ല, ഈ ഒരു ഗ്ലോബൽ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ഒക്കെ കുറയ്ക്കണം എന്നുള്ള നിലപാടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റിയുടെ കാർബൺ ഡയോക്സൈഡ് എമിഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുക. ഈ വർഷം 0.8% കഴിഞ്ഞ വർഷത്തെക്കാളും വർധനവ് ഉണ്ടായേക്കാം എന്നുള്ളതാണ് ആർട്ടിക്കിൾ അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് തന്നെ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും 4.6%ഓളം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എത്രത്തോളം ഈ പറഞ്ഞ പോലെ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ലോകത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കാർബൺ ഡയോക്സൈഡ് എമിറ്റർ കൂടിയാണ് ഇന്ത്യ. പ്രധാനമായിട്ടും ചൈന, US, ഇന്ത്യയൊക്കെയാണ് പ്രധാനപ്പെട്ട മെയിൻ ഈ പറഞ്ഞ കാർബൺ ഡയോക്സൈഡ് എമിറ്റേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നു. ഈ രാജ്യങ്ങളിലൊക്കെ കൂടുതലും കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് പലപ്പോഴും ഈ ഒരു 0.8% ഈ വർഷം വർദ്ധിച്ചേക്കാം എന്നുള്ള രീതിയിൽ പോയിന്റ് വരുന്നത്. പക്ഷേ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ എമിഷൻ നോക്കുമ്പോഴേക്കും മറ്റു രാജ്യങ്ങളിൽ അത്രയില്ല. അത് നമുക്ക് പോപ്പുലേഷൻ കൂടുതലുള്ള കാരണം ടോട്ടൽ എമിഷൻ ഈ പറഞ്ഞ പെർ ക്യാപിറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും അത് താരതമ്യേന ലോവർ ആയിട്ടുള്ള നമ്പറാണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഗ്ലോബൽ ലെവൽ CO2 എമിഷൻസ് 0.8% ആണ് ഈ വർഷം കൂടുമെന്നുള്ളത് പ്രെഡിക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ സിവിയർ ആയിട്ടുള്ള ചലഞ്ചസ് ഉണ്ടാകും. ലൈക്ക് ഈ പറഞ്ഞ ക്ലൈമറ്റ് ടാർഗറ്റുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരുപാട് ക്ലൈമറ്റ് ക്രൈസിസുകൾ നമ്മൾ നേരിടേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ 4.6% ഇൻക്രീസ് ഇൻ എമിഷൻസ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് കാരണമായിട്ട് പറയുന്നത് ഇറ്റ്സ് ഗ്രോയിങ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി. ഇന്ത്യയിൽ ഈ പറഞ്ഞ ഇന്ത്യ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഗ്രോയിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയും അതുപോലെ എനർജി നീഡ്സും ആണ് ഇത്തരത്തിലുള്ള ഇൻക്രീസ്ഡ് കാർബൺ എമിഷൻസിന് കാരണമായത്. അതിനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളെ കുറച്ചുകൂടെ പുഷ് ചെയ്യുന്നു. ഗവൺമെന്റ് ആണെങ്കിൽ ഈ ഇടയ്ക്ക് PM ഡ്രൈവ് എന്നുള്ളൊരു സ്കീമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ കൂടുതൽ പുഷ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഒക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇപ്പം PM സൂര്യഘർ മഫ്ത് ബിജ്ലി യോജന എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ സോളാർ എനർജി, വീട്ടിൽ ഈ പറഞ്ഞ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്കീമുകളൊക്കെ നമ്മൾ നിലവിൽ റൺ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇന്ത്യക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ പറഞ്ഞ പോലെ ഈ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഓൺ ദ സ്പോട്ടിൽ റെഡിലി ഈ പറഞ്ഞ പെട്ടെന്ന് ഒരു ദിവസം സാധ്യമാകത്തില്ല ഈ പറഞ്ഞ പോലെ, ബട്ട് ഈ പറഞ്ഞ പോലെ ഓൺ ദ വേയിൽ ഈ പറഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു പോസിബിലിറ്റി ഇന്ത്യക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, ലോകത്തിലെ പ്രധാനപ്പെട്ട കാർബൺ ഡയോക്സൈഡ് എമിറ്റേഴ്സ് അറിഞ്ഞിരിക്കുക. ചൈന, US, ഇന്ത്യയാണ് പ്രധാനപ്പെട്ട കാർബൺ ഡയോക്സൈഡ് എമിറ്റേഴ്സ്. ഗ്ലോബൽ ലെവലിൽ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വേണം പ്രതീക്ഷിക്കാം. ഈ വർഷം ഈ പറഞ്ഞ പോലെ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് കുറയുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന 0.8% റൈസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ എമിഷൻസ് ഈ പറഞ്ഞ പോലെ 4.6% ആണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. അത്രയും കാര്യമാണ് ഈ ഒരു ടോപ്പിക്. ചെറിയൊരു ആർട്ടിക്കിളാണ്, ഒരു ഡേറ്റ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനുള്ള ആർട്ടിക്കിൾ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിളാണ് എ മിക്സഡ് റിപ്പോർട്ട് കാർഡ് ഫോർ ദ IMEC. IMEC എന്ന് പറഞ്ഞാൽ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പേര് പോലെ തന്നെ ഇന്ത്യക്കും മിഡിൽ ഈസ്റ്റിനെയും അതേപോലെ യൂറോപ്പിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കോറിഡോറാണ്. ഈ കോറിഡോർ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇന്ത്യക്കും യൂറോപ്പിനും ഇടയിലുള്ള ട്രാവൽ ടൈം ഏകദേശം 40% കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ട്രാവലിംഗ് കോസ്റ്റ് 30% കുറയാനായിട്ടുള്ള ചാൻസും ഈ റൂട്ടിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന്റെ മാപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രം ഇന്ത്യ മുംബൈ തുറമുഖത്ത് നിന്നാണ് തുടങ്ങുന്നത്. അവിടുന്ന് UAE-യിലേക്കും പിന്നെ അവിടുന്ന് ഈ പറഞ്ഞ പോലെ സൗദി അറേബ്യയിലൂടെയും സൗദി അറേബ്യയിൽ നിന്ന് പോയി ഈ പറഞ്ഞ പോലെ അവിടുന്ന് പിന്നീട് ഇസ്രായേലിൽ നിന്നും യൂറോപ്പിലെ ഗ്രീസ് വരേക്കാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ ഇത് ഫർദർ ഓൺ പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റീസ് ഇതിനകത്തുണ്ട്. നിലവിൽ ഈ പറഞ്ഞ പോലെ
ഇന്ത്യക്കും മിഡിൽ ഈസ്റ്റും യൂറോപ്പിനും ഇടയിലാണ് ഇതിന്റെ കണക്ടിവിറ്റി പോകുന്നത്. ഇത് നോക്കുവാണെങ്കിൽ ഒരു മൾട്ടി മോഡൽ ട്രാൻസിറ്റ് കോറിഡോർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കാരണം ഇന്ത്യയിൽ നിന്നും UAE വരെ ഏകദേശം സീ റൂട്ടിലൂടെയും പിന്നെ മിഡിൽ ഈസ്റ്റിൽ കംപ്ലീറ്റ്ലി അത് റെയിൽ റൂട്ടിലൂടെ ആയിരിക്കും പോകുന്നത്. അതിനുശേഷം വീണ്ടും അത് ഈ പറഞ്ഞ പോലെ ഈ ഡോട്ടർ ലൈനാണ് അത് റെയിൽ റൂട്ടിലൂടെ വീണ്ടും ഈ പറഞ്ഞ ഡോട്ടർ ലൈൻ സീ റൂട്ടാണ്. ഇസ്രായേലിൽ നിന്നും പിന്നെ അത് ഗ്രീസിലേക്ക് സീ റൂട്ടിലൂടെയാണ് കാര്യങ്ങൾ ഗുഡ്സ് ഒക്കെ തന്നെ നമ്മൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, ചലഞ്ചസ് ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ നമ്മൾ കപ്പൽ മാർഗം ഒരു കണ്ടെയ്നർ കൊടുത്തു കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടെയ്നർ UAE ചെന്ന് കഴിയുമ്പോഴേക്കും ആ കണ്ടെയ്നർ അവിടെ റെയിൽ റൂട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ട്രെയിനിൽ അത് അക്കോമഡേറ്റ് ചെയ്യാൻ പോസിബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആ കണ്ടെയ്നർ UAE വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് വീണ്ടും അതിനെ ഗുഡ്സ് വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി. അപ്പം ടൈം ഒരുപാട് എടുക്കാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. ഡയമെൻഷൻസിലൊക്കെ തന്നെ യൂണിഫോം ആയിട്ടുള്ള ഒരു ഡയമെൻഷൻസ് ആയിരിക്കും ഉണ്ടായിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ റെയിൽ റൂട്ട് ആണെങ്കിലും UAE നിന്നുള്ള റെയിൽ പാത പിന്നെ അടുത്ത് സൗദിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സൗദിയിലേക്കാണെങ്കിലും അവിടെയുള്ള റെയിൽ പാളങ്ങളുടെ വിഡ്ത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ യൂണിഫോം ആകണം. എങ്കിലേ ഉള്ളൂ ഒരേപോലെ ഇത് പോയി ഇതിൻ്റെ ഒരു കംപ്ലീഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പലയിടങ്ങളിൽ ചെല്ലുമ്പോൾ ഈ ട്രെയിൻ ഈ പറഞ്ഞ പോലെ വൈകുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷിപ്പ് ഈ പറഞ്ഞ പോലെ ഗുഡ്സ് ഇറക്കാനായിട്ട് വൈകുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ടോട്ടൽ ടൈം ഡിലേ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ റൂട്ടിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ടൈം ആണെങ്കിൽ 40% കുറയും. അതുപോലെ തന്നെ കോസ്റ്റ് ആണെങ്കിൽ ഏകദേശം 30% റിഡക്ഷൻ സംഭവിക്കും നമ്മൾ പറഞ്ഞിരിക്കും. അങ്ങനെ കിട്ടണമെങ്കിൽ യൂണിഫോമിറ്റിയും ഡയമെൻഷൻസ് ഒക്കെ തന്നെ ഉണ്ടാകാനായിട്ട് വേണം. ഇനി ഈ ഒരു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറിനെ കുറിച്ച് കുറച്ചുകൂടെ പറയുവാണെങ്കിൽ മൾട്ടി മോഡലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റെയിൽ റോഡ് ഉണ്ട്, റെയിൽ റോഡ് അതുപോലെ ഷിപ്പ് ടു റെയിൽ നെറ്റ്വർക്ക്സ് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഈ രണ്ട് കോറിഡോറുള്ളൂ, ഒന്ന് ഈസ്റ്റ് കോറിഡോറും രണ്ട് നോർത്തേൺ കോറിഡോറും. ഈസ്റ്റ് കോറിഡോർ എന്ന് പറയുമ്പോൾ ഇന്ത്യ തൊട്ട് അറേബ്യൻ ഗൾഫ് വരെയുള്ളതാണ്. അറേബ്യൻ ഗൾഫ് വരെയുള്ളതാണ് ഈസ്റ്റ് കോറിഡോർ. അതിനുശേഷം ഗൾഫിൽ നിന്ന് യൂറോപ്പിലേക്കുള്ളതാണ് നോർത്തേൺ കോറിഡോർ. അപ്പോൾ ഇവിടം വരെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഈസ്റ്റേൺ കോറിഡോറും അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഈ ഗൾഫ് തൊട്ടിട്ട് ഈ പറഞ്ഞ പോലെ യൂറോപ്പ് വരെയുള്ളതാണ് വെസ്റ്റേൺ കോറിഡോറും ഇത് ഈ പറഞ്ഞ പോലെ ഈസ്റ്റേൺ കോറിഡോറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഗുഡ്സിന്റെ മൂവ്മെന്റ് മാത്രമല്ല, ഇലക്ട്രിസിറ്റി കേബിളുകൾ, അണ്ടർ വാട്ടർ ഇലക്ട്രിസിറ്റി കേബിൾസ്, ഹൈഡ്രജൻ പൈപ്പ് ലൈൻ, ഹൈ സ്പീഡ് ഡാറ്റ കേബിളുകളൊക്കെ തന്നെ ഈ ഒരു IMSC കോറിഡോറിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന് പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ ചലഞ്ചായിട്ട് നിൽക്കുന്ന നല്ലൊരു പ്രോജക്റ്റാണ്. പക്ഷേ ഇതുവരെ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് വേറെ ഒന്നുമല്ല, ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ G20 മീറ്റിംഗിലാണ് ഇങ്ങനെ ഒരു ആശയം വന്നത് തന്നെ. വന്നപ്പം എല്ലാ രാജ്യങ്ങളും ഈ പറഞ്ഞ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാവരും തന്നെ അംഗീകരിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ അതിനുശേഷമാണ് മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെയാണെങ്കിൽ ആ വാർ ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. ഇസ്രായേലും ഒക്കെ ആയിട്ട്, ഇസ്രായേൽ പലസ്തീൻ അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വർക്കൊക്കെ ഏകദേശം പറയുവാണെങ്കിൽ സ്റ്റോപ്പായി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്ന ഒരു സജഷൻ എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഇന്ത്യ ക്യാൻ ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ നിലവിലെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കുറേയധികം തുറമുഖങ്ങൾ നമ്മൾ പണിയുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മുന്ദ്ര പോർട്ട് ഗുജറാത്തിൽ ഓൾറെഡി ഉള്ളതാണ്, ബട്ട് അതിനെ നമ്മൾ കുറച്ചുകൂടെ നവീകരിക്കുന്നുണ്ട്. അപ്പോൾ മുന്ദ്ര പോർട്ടിനെയും അതുപോലെ ഗുജറാത്തിലുള്ള കാണ്ട്ല പോർട്ടിനെയും മുംബൈയിലുള്ള ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റിന്റെ ഒക്കെ തന്നെ നവീകരണം ഈ ടൈമിൽ നമ്മൾ ചെയ്യണം. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ പെട്ടെന്ന് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്ട് നമുക്ക് വീണ്ടും ഈ പറഞ്ഞ ഓണാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പം വിലയിരുത്തപ്പെടുന്നത്. ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് സൈൻ ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുക ഇന്ത്യ, US, സൗദി അറേബ്യ, UAE, യൂറോപ്യൻ യൂണിയൻ, ഇറ്റലി, ഫ്രാൻസ് ആൻഡ് ജർമ്മനി. ഇത്രയും രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ ഭാഗമാകാനായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ ഈ റൂട്ട് വേണമെങ്കിൽ US വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വായിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കൃത്യമായിട്ട് കിട്ടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആൻസർ കണ്ടുപിടിച്ച് നമ്മുടെ കമന്റ് ബോക്സിൽ കൃത്യമായിട്ടുള്ള ഓപ്ഷൻസ് ആൻസർ രേഖപ്പെടുത്തുക. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് ഒരു ദിവസം കാണാം. താങ്ക് യു.